അപ്പോൾ ജീവിതമാർഗത്തിന് വേണ്ടി ഞാൻ സത്യം പറഞ്ഞാൽ എൻ്റെ അളിയൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു മെറ്റഡോർ വാൻ ഉപയോഗിച്ച് ഒരു ടാക്സി ഓടിക്കുന്ന പരിപാടി വരെ തുടങ്ങി ആ സമയത്ത്. കോളേജിലൊന്നും അധികം അങ്ങനെ പോയിരുന്നില്ല. പിന്നെ അറിയാലോ, അന്ന് മിക്കവാറും എല്ലാ ദിവസവും സമരമാണ്. പിന്നെ ഞാൻ പറഞ്ഞ 81-ലാണ്, 81, 82. അപ്പോൾ ആ കാലത്ത് എത്ര ദിവസം ക്ലാസ് നടന്നു എന്ന് ഉള്ളതാണ് പ്രാധാന്യം, വളരെ കുറവാണ്. എത്ര ദിവസം നടന്നില്ല എന്നുള്ളതാണ്. അങ്ങനെയായിരുന്നു ആ കാലം. അപ്പോൾ എനിക്ക് വളരെ എളുപ്പമായി. പക്ഷെ പെട്ടെന്ന് തന്നെ ഞാൻ അതിൽ വിജയം കണ്ടു. കാരണം വളരെയധികം ഡിമാൻഡ് വന്നു. അന്ന് മെറ്റഡോർ വാനൊക്കെ വളരെ റയറാണ്. അപ്പൊ കല്യാണ ആവശ്യങ്ങൾക്ക് കുടുംബസമേതം പോകാൻ, അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടിക്കാർക്ക്, സിനിമ നിർമ്മാണത്തിന് അന്ന് മൊബൈലൊന്നും ഇല്ലല്ലോ. അപ്പൊ ഞാൻ വീട്ടിലില്ലെങ്കിലും വരുന്ന ഫോൺ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഓർഡർ നഷ്ടപ്പെടുക. അപ്പൊ ഞാൻ വിചാരിച്ചു, വന്നാൽ വേറൊരാളെ ഏൽപ്പിച്ചാലോ. അവർ കമ്മീഷൻ വ്യവസ്ഥയിൽ ഒരാളോട് പറഞ്ഞു, നിങ്ങളിത് ഓടിക്ക്, കിട്ടുന്നതിന്റെ ഷെയർ ഞാൻ തരാം, ഞാൻ വീട്ടിലിരുന്ന് ഫോൺ അറ്റൻഡ് ചെയ്യാം. അപ്പോഴാണ് എനിക്ക് മനസ്സിലാകുന്നത് 10 കോളൊക്കെ ഒരു ദിവസം വരുന്നത്. അപ്പൊ ഞാൻ അത് വേറെ ട്രാവൽ ഏജൻസിക്കാർക്ക് അത് മാറ്റി കൊടുത്തിട്ട് അതിൽ കമ്മീഷൻ കിട്ടുന്ന ഒരു ചെറിയ ട്രാവൽ ഏജൻസിയിലേക്ക് ഞാൻ മാറുകയാണ്. അന്നാണ് ഞാൻ ഈ ഡെലിഗേഷൻ എന്നുള്ളതിന്റെ അർത്ഥം മനസ്സിലാകുന്നത്. കാരണം ഞാൻ തന്നെ ഡ്രൈവറായിരുന്നെങ്കിൽ ഒരിക്കലും വളരാൻ പറ്റില്ല. അപ്പൊ ഡെലിഗേറ്റ് ചെയ്ത് അന്ന് മുതൽ വളച്ച കണ്ടു. അതിൽ ഏറ്റവും അത്ഭുതം എനിക്കിപ്പോ തോന്നുന്നത്, അച്ഛനന്ന് കേരള സ്റ്റേറ്റ് ഫിഷറീസ് വകുപ്പിന്റെ ഡയറക്ടർ ആയിരിക്കുമ്പോൾ മരണസമയത്ത് അച്ഛന്റെ ശമ്പളം 1864 രൂപയായിരുന്നു. പക്ഷെ ആ സമയത്ത് ഞാൻ മാസത്തിൽ 10,000 രൂപ കൂടുതൽ അന്ന് സമ്പാദിക്കാൻ പറ്റി. ഈ ചെറിയ ഒരു ഇതിലാണ്.